അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽ-ലഹ്ളാത്തുൽ ഊല ഫിൽ ജന്ന, സ്വർഗത്തിലെ ആദ്യ നിമിഷങ്ങൾ. ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ പറയുന്നത്, നമ്മൾ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങളൊന്ന് കണ്ണടക്കുക. നമ്മുടെ പാഠം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ കണ്ണുകൾ പതുക്കെ അടക്കുക. ഇനി മനസ്സിൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് എത്തുന്നതൊന്ന് ആലോചിക്കുക. എന്തൊക്കെയുണ്ട് സ്വർഗത്തിൽ? അതാ നിങ്ങൾ കാണുന്നുണ്ട് പലതരം വസ്തുക്കൾ. പാലിൻ്റെയും തേനിൻ്റെയും പുഴകളിൽ നിങ്ങളിങ്ങനെ നീന്തുന്നത് കാണാം. സ്വർണത്തിൻ്റെ കൊട്ടാരങ്ങൾ അല്ലേ? അതിനടുത്തായി നിങ്ങളുടെ മനോഹരമായിട്ടുള്ള വീടുകൾ, പലതരം വസ്തുക്കൾ, പലതരം വസ്ത്രങ്ങൾ, സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലേ? നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ ആളുകൾ നമ്മെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. ഒരുപാട് നബിമാരെ കാണുന്നു. സ്വഹാബക്കളെയും ഔലിയാക്കളെയും രാജാക്കന്മാരെയും നമ്മൾ അവിടെ നിന്ന് കാണുന്നുണ്ട്. സൂഫി വര്യന്മാരെ, ഹൂറുല്ലീങ്ങളെ, നിരവധി അനവധി നമ്മൾ കാണാൻ ആഗ്രഹിച്ച, കേൾക്കാൻ ആഗ്രഹിച്ച, ഇതുവരെ ദർശിക്കാത്ത വസ്തുക്കൾ നമ്മൾ സ്വർഗത്തിലൂടെ നടന്ന് 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 പോകുമ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇനി നിങ്ങൾ കണ്ണുകൾ തുറക്കുക. തുറന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വർഗത്തിലുണ്ടാവുന്ന വസ്തുക്കളെക്കുറിച്ചും നമ്മൾ കാണാൻ പോകുന്ന പ്രധാനപ്പെട്ട കാഴ്ചകളെക്കുറിച്ചാണ്. അതിനു മുമ്പ് അതിലെ അർത്ഥങ്ങളൊന്ന് നിങ്ങൾ കേൾക്കുക. ലഹ്ളത്ത് നിമിഷം, മുബ്ഹിറത്ത് സന്തോഷദായകം, ജിദ്ദൻ വളരെ, ഹീന അപ്പോൾ, റഅ കാണുക, നെഹ്ർ പുഴ, ഖസ്ർ കൊട്ടാരം, സമർ പഴം, ഖൈമത്തുൻ ജം ഖിയാം ടെൻറ്റുകൾ, ദഹബ് സ്വർണം, ലുഅ്ലു രത്നങ്ങൾ അല്ലെ മരതകം, ഹരീർ പട്ട്, ഇൽത്തഖ കണ്ടുമുട്ടുക, അഹിബത്ത് സുഹൃത്തുക്കൾ, മാത്ത മരിക്കുക, മുൻദ് മുതൽ, സമൻ കാലം, അഗാബ മറയുക, ബാർ നന്മ ചെയ്യുന്ന, ഷേഖ് വൃദ്ധൻ, വാലിദാനി മാതാപിതാക്കൾ, ഷഫ ഭേദമാവുക, മഹ്മൂം ദുഃഖിതൻ, സാദ വിജയിക്കുക, ആദ മടങ്ങുക, ഷാബ് യുവാവ്, അജൂസ് വൃദ്ധ, അജൂസത്ത് വൃദ്ധ, ഫാത്തിനത്ത് യുവതി, തഅറഫ പരിചയപ്പെടുക, മുജാഹിദ് പോരാളി, റഅയൽ ഐൻ നേർക്കാഴ്ച, ഖാദിം വരുന്നവൻ, ഷാത്തി തീരം, സ്വാഹിബ് ഉടമ, ഉഖ്ദൂദ് കിടങ്ങ്, കഹ്ഫ് ഗുഹ, തർജുമാൻ വിവർത്തകൻ, അസ്ഹാബ് ആളുകൾ. ഇതാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ. കേൾക്കാം. അൽ-ലഹ്ളാത്തുൽ ഊല, ആദ്യ നിമിഷങ്ങൾ, ഫിൽ ജന്ന സ്വർഗത്തിലെ. അൽ-ലഹ്ളാത്തുൽ ഊല, ആദ്യ നിമിഷങ്ങൾ, ആദ്യ സമയം, ഫിൽ ജന്ന സ്വർഗത്തിലെ. സ തെക്കൂനു, അതാകും. തെക്കൂനു എന്ന് പറഞ്ഞാൽ തന്നെ ആകുമെന്നാണ്. സ എന്ന് കൂട്ടി കൊടുക്കുമ്പോൾ പിന്നീട് എന്നർത്ഥമുണ്ട്. അപ്പോൾ സ തെക്കൂനു, അത് പിന്നീട് ആകും എന്നതിലർത്ഥം. ഓക്കെ, അതാകും. മുബ്ഹിറത്തൻ, അത് വളരെ സന്തോഷദായകമാകും. ജിദ്ദൻ എന്ന് പറഞ്ഞാൽ വളരെ. അപ്പോൾ സ്വർഗത്തിലെ ആദ്യത്തെ നിമിഷങ്ങൾ വളരെ സന്തോഷദായകമാകും. എപ്പോഴാണ് വളരെ സന്തോഷദായകമാവുക? ഹീന നറ, നമ്മൾ കാണുമ്പോൾ, അൽ അൻഹാറ പുഴകളെ, വൽ ഖുസൂറ കൊട്ടാരങ്ങളെ, വസിമാറ പഴങ്ങളെ, വൽ ഖിയാമ ടെൻറ്റുകളെ, വൽ ദഹബ സ്വർണത്തെ, വൽ ലുഅ്ലുഅ രത്നത്തെ, വൽ ഹരീറ പട്ടിനെ. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ സ്വർഗത്തിലെ കാഴ്ചകളൊക്കെ നമുക്ക് വളരെ മനോഹരമായി തോന്നും. പിന്നെ എപ്പോഴോ ഹീന നെൽത്തക്കൈ, നമ്മൾ കണ്ടുമുട്ടുന്ന സമയവും. അപ്പോൾ ഹീന എന്ന് പറയുമ്പോൾ ആ സമയവും നമുക്ക് എന്താവും? സന്തോഷമാവും എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ എപ്പോഴാണ് ഹീന നെൽത്തക്കൈ, നമ്മൾ കണ്ടുമുട്ടുമ്പോൾ, ബി അഹിബത്തിൻ, നമ്മുടെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുമ്പോഴും. എങ്ങനത്തെ സുഹൃത്തുക്കൾ? മാത്തു, അവർ മരിച്ചിരിക്കുന്നു, മുന്ത് ദമനിൻ ബായീദിൻ, ഒരുപാട് കാലം മുമ്പ് അവർ മരിച്ചു പോയിട്ടുണ്ട്. വഗാബു, അവർ അപ്രത്യക്ഷരായിട്ടുണ്ട്, അനായുനിന, നമ്മുടെ കണ്ണുകളെ തൊട്ട്. അപ്പോൾ ഒരുപാട് മുമ്പ് മരിച്ചു പോയ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ കണ്ടുമുട്ടുന്ന സമയവും വളരെ മനോഹരമായിരിക്കും, സന്തോഷദായകമായിരിക്കും. പിന്നെയോ ഹീന എൽത്തഖൽ ഇബ്നു, ഹിൽത്തഖൽ ഇബ്നു കുട്ടി കണ്ടുമുട്ടുന്ന സമയത്ത്, അൽബാറു നല്ല കുട്ടി, നല്ല അനുസരണയുള്ള കുട്ടി. അങ്ങനത്തെ ആളുകളല്ലേ സ്വർഗത്തിൽ പ്രവേശിക്കുള്ളൂ അല്ലേ? ബി ഉമ്മിഹി, അവൻ്റെ ഉമ്മയെ കണ്ടുമുട്ടുന്ന സമയത്തും. വശേഖുൽ ഫാനി, പടുവൃദ്ധൻ കണ്ടുമുട്ടുന്ന സമയത്തും. ബി ഇബ്നത്തിഹി, തൻ്റെ മകളെ കണ്ടുമുട്ടുന്ന സമയത്തും. വൽ വാലിദാനി, മാതാപിതാക്കൾ കണ്ടുമുട്ടുന്ന സമയവും. ബി ഇബ്നിഹിമ, അവരുടെ മക്കളെ, അല്ലത് എങ്ങനത്തെ, മാത്ത
മരിച്ചുപോയ മക്കളെ കണ്ടുമുട്ടുന്ന സമയവും ഈ സമയത്തും ഒക്കെ എന്തായിരിക്കും, വളരെ സന്തോഷമായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഹീന നറ, നമ്മൾ കാണുമ്പോൾ അൽ മരിയുള്ള രോഗിയെ, അവൻ ദുനിയാവിൽ അവൻ രോഗിയായിരുന്നു, നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴൊക്കെ അവൻ ഷുഫിയ, അവൻ രോഗം ഭേദമായിട്ടുണ്ട്, അങ്ങനത്തെ ആളെ കാണുമ്പോഴും നമുക്ക് സന്തോഷമാണ്. വൽ മഹ്മൂമ, പിന്നെ നമ്മൾ ആരെ കാണുമ്പോൾ, ഹീന നറ അൽ മരിയുള്ള രോഗിയെ കാണുമ്പോൾ, പിന്നെയോ ഹീന നറ അൽ മഹ്മൂമ ദുഃഖിതനെ കാണുമ്പോഴും, എവിടെ ദുനിയാവിൽ അവൻ ദുഃഖിതനായിരുന്നു, അങ്ങനത്തെ ആളെ കാണുമ്പോഴും സുഐദ, അവൻ വിജയിച്ചിരിക്കുന്നു. പിന്നെ ആരെ കാണുമ്പോഴും ഹീന നറ ഷേഖ, അവിടെയൊക്കെ നെറ എന്നിലേക്കാണ് വരുന്നത് കേട്ടോ. അഷേഖ വൃദ്ധനെ കാണുമ്പോൾ അവൻ മടങ്ങിയിരിക്കുന്നു, അവൻ ആയിരിക്കുന്നു ഷാബൻ, ഇപ്പോൾ യുവാവായിരിക്കുന്നു. പണ്ട് അവൻ വൃദ്ധനായിരുന്നു ദുനിയാവിൽ, ഇപ്പോഴവൻ യുവാവായിട്ടുണ്ട്. അങ്ങനത്തെ ആളെ കാണുമ്പോഴും നമുക്ക് സന്തോഷം വരുന്നു. പിന്നെ വൽ അജൂസ കഴിവില്ലാത്ത ആളെ കാണുമ്പോഴും, ബലഹീനനെ കാണുമ്പോഴും, അവൻ ദുന്യാവിൽ ബലഹീനൻ, ഫസ്റ്റ് പറയുമ്പോൾ അജൂസ് ബലഹീനൻ ദുന്യാവിലാണ് കേട്ടോ. റജായത്ത്, അവൻ മടങ്ങി, ഫാത്തിനതൻ വളരെ ആരോഗ്യവാനായിട്ട് മടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ വൻ ഹീന. പിന്നെ ഇപ്പോൾ നെൽത്തൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്ന സമയത്തും ബിൽ അംബിയ, ഈ അംബിയാക്കളെ കണ്ടുമുട്ടുന്ന സമയത്തും വൻ ഉസല്ലിമു, നമ്മൾ സലാം പറയുന്ന അവസരത്തും അല സ്വഹാബാക്കളുടെ മേൽ വരത്ത അറഫു, നമ്മൾ പരിചയപ്പെടുന്ന സമയത്തും അല ഉലമാ ഇൽ ഉമ്മത്തിലെ പണ്ഡിതന്മാരെ പരിചയപ്പെടുത്തുന്ന സമയത്തും, ഈ സമയത്തൊക്കെ നമുക്കെന്താണ്, സന്തോഷമാണ്. ഇതൊക്കെ എന്താവും, സതക്കൂനു, ഇതാകും മുബിഹിറത്തൻ, ആദ്യം പറഞ്ഞില്ലേ സന്തോഷദായകമാകും എന്നർത്ഥം. പിന്നെ ഇപ്പോൾ വനുഷാഹിദു, നമ്മൾ കാണുന്ന സമയത്ത് മുജാഹിദിഹ, ആ ഉമ്മത്തിലെ, ഹ എന്ന് പറഞ്ഞാൽ ആ ഉമ്മത്തിലെ പിന്നെ പോരാളികൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത ആളുകളെ കാണുമ്പോഴും നമ്മൾ സന്തോഷിക്കും. വനറ, നമ്മൾ കാണുമ്പോഴും ഷുഹദാ അഹ, ആ യുദ്ധത്തിലൊക്കെ ഷഹീദായ ആ ഉമ്മത്തിലെ പിന്നെ ഷഹീദായ ആളുകളെ കാണുമ്പോഴും. വനറ, നമ്മൾ കാണുമ്പോഴും അല്ല മലായികത്തുകളെ ബി അയ്യുനിന, നമ്മുടെ കണ്ണുകൾ കൊണ്ട് എങ്ങനെ, റയൽ ആയി നേർക്കാഴ്ച, സ്വപ്നത്തിലാണോ അല്ല, നേർക്ക് നേർ മലക്കുകളെ കാണുന്ന സമയത്തും നമ്മൾ സന്തോഷിക്കും. പിന്നെ ഇപ്പോൾ സന്തോഷിക്കും ഹീന യുഹാലുലിനെ നമ്മോട് പറയപ്പെടുന്ന സമയത്ത്. അപ്പോൾ ആരെങ്കിലും മലക്കുകൾ നമ്മളോട് പറയും, അത് അബൂബക്കർ, ആ പോകുന്ന ആളില്ലേ, അയാളാണ് അബൂബക്കർ. നമ്മളിതുവരെ കേട്ട് പരിചയമുള്ള പ്രവാചകൻ്റെ ചരിത്രത്തിലെ സ്വഹാബിയായിട്ടുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ നേരിട്ട് കാണുമ്പോഴും നമ്മൾ സന്തോഷിക്കും. പിന്നെ ഒരാൾ നമ്മളോട് പറയാണ്, നമ്മൾ അവിടുന്ന് നമുക്ക് ഓരോരുത്തരെ നമുക്ക് പരിചയപ്പെടുത്തി തരും, ഇതാണ് അബൂബക്കർ. വൽ ഖാദിം ഹുനാക്ക, അവിടേക്ക് വരുന്നത് ഉമർ, അതാണ് ഉമർ. വൽ ജാലിസു, ഇരിക്കുന്നവൻ, തഹ്ത ഷജറ, ആ മരത്തിന് കീഴെ ഇരിക്കുന്നവൻ, ഹുവ ഇബിനുൽ വലീദ്, അവൾ ഇബിനുൽ വലീദാണ്, ഖാലിദ് ബിൻ വലീദാണ്. വൽ മാഷി, നടക്കുന്നവൻ, ഫി ഷാത്തിയിൽ അൻഹാരി, ആ സ്വർഗത്തിലെ പിന്നെ പുഴയുടെ സമീപത്ത് തീരത്ത് നടക്കുന്നവൻ, ഹുവ ഹംസത്തുൽ ഖറാർ, അത് ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ഇങ്ങനെ ഓരോരുത്തരെ ചൂണ്ടിയിട്ട് നമുക്കിങ്ങനെ നമുക്ക് മലക്കുകൾ ഇങ്ങനെ പറഞ്ഞു തരും. അപ്പോഴൊക്കെ നമ്മൾ സന്തോഷിക്കും. പിന്നെ എന്താ അവർ പറയും, വല്ലതി യഖദമു, ആ വരുന്നവൻ മുതബസ്സിമൻ, ചിരിച്ചു വരുന്നവൻ, ഹുവ, അദ്ദേഹമാണ് ഫഖ്റുദ്ദീൻ റാസി സാഹിബ് തഫ്സീറുൽ കബീർ. ആ തഫ്സീറുൽ കബീർ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഗഹനമായിട്ടൊരു തഫ്സീറുണ്ട് ഖുർആൻ. ആ തഫ്സീർ എഴുതിയ ആളാണ് ഫഖ്റുദ്ദീൻ റാസി. അപ്പോൾ ആ വരുന്ന ആളാണ്, പുഞ്ചിരിച്ച് വരുന്ന ആളാണ് ഫഖ്റുദ്ദീൻ റാസി എന്ന് പറയപ്പെടുന്ന സമയത്തും നമ്മൾ സന്തോഷിക്കും. പിന്നെ ഇപ്പോൾ ഹീന യുഖാലു, പറയപ്പെടുന്ന സമയത്തും ഇന്നഹു, അദ്ദേഹം നബിയുല്ലാഹി ദാവൂദ് നബിയാണ്. അത് വൽ ഖായിമു അമാഹുമു, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നടക്കുന്നവൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയാണ്. വഹാദ, ഇത് റാവി അബൂ ഹുറൈറ, ഇതാണ് നിങ്ങൾ പഠിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. വദാക്ക, തൊട്ടപ്പുറത്ത് ഇരിക്കുന്നത് ആളില്ലേ, അദ്ദേഹമാണ് തർജുമാന ഖുർആനെ വിവർത്തനം ചെയ്ത ഇബ്നു അബ്ബാസ്, അദ്ദേഹമാണ് ഇബ്നു അബ്ബാസ്. വഹീന നറ, നമ്മൾ പിന്നെ എപ്പോഴും നമ്മൾ സന്തോഷിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മളോട് പറയുന്ന സമയത്തും നമ്മൾ സന്തോഷിക്കും. പിന്നെ വഹീന നറ, നമ്മൾ കാണുന്ന സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്ന സമയത്തും നമ്മൾ സന്തോഷിക്കും. വഹീന നറ, നമ്മൾ കാണുന്ന സമയത്തും അസ്ഹാബൽ ഉഖ്ദൂദിൻ്റെ ആളുകളെ, കിടങ്ങിൻ്റെ ആളുകളെ കാണുമ്പോഴും, അഥവാ മുഅ്മിനായതിൻ്റെ പേരിൽ മലമുകളിൽ നിന്ന് കിടങ്ങിലേക്ക് എറിയപ്പെട്ടിട്ടുള്ള ആളുകൾ, അങ്ങനത്തെ ആളുകളാണ് സ്വാഹിബുൽ ഉഖ്ദൂദ്. അപ്പോൾ അവരെ കാണുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, പിന്നെ സന്തോഷിക്കും. അഹ്ലുൽ കഹ്ഫൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ, ആ കഹ്ഫിൻ്റെ ആളുകളെ കാണുമ്പോഴും നമ്മൾ സന്തോഷിക്കും. വഉമിനെ ആലി ഫിർഔൻ്റെ പിന്നെ സമൂഹത്തിലെ മുഅ്മിനീങ്ങളെ കാണുമ്പോഴും നമ്മൾ സന്തോഷിക്കും. വഉമിനി സഹാബുൽ ഖറിയ, ആ സഹാബുൽ ഖറിയയുടെ പിന്നെ ഒരുപാട് സമൂഹമുണ്ടാകും. ആ സമൂഹങ്ങളിൽ മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകളെ കാണുമ്പോഴും, പണ്ട് നിങ്ങൾക്കറിയാലോ അല്ലേ, മീൻ പിടിക്കാനൊക്കെ പോയിട്ടുള്ള ഒരു സമൂഹമുണ്ടല്ലോ, അപ്പോൾ ആ സമൂഹത്തിൽ മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകളുണ്ടാവും. കറയത്ത് ഐക്ക എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടുത്തെ
മുഅ്മിനീങ്ങളായ ആളുകളെ കാണുമ്പോഴും അവരെയൊക്കെ നമ്മൾ സ്വർഗത്തിൽ കാണും. അപ്പോൾ കണ്ടുമുട്ടുമ്പോഴും നമുക്ക് സന്തോഷമുണ്ടാകും എന്നാണ് ഈ ഒരു പാഠത്തിലൂടെ പറയുന്നത്. ഇനിയും ഇതിൻ്റെ ബാക്കിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.